ഹായ് ഹലോ. അപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ വലിയൊരു സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അജയുടെയും അപർണയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ജാനകിയും അബിയും കൂടി തമ്പിയുടെ വീട്ടിലോട്ട് പോയത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളാണ് തമ്പിയുടെ വീട്ടിൽ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു വിവാഹത്തിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് തമ്പി തീരുമാനിക്കുന്നത്. കാരണം അപർണ ഈ ഒരു വിവാഹം തന്നെ നടത്താം എന്ന് പറഞ്ഞത് അളകാപുരി തറവാടിനെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊരു സത്യം തമ്പി മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ഒരു ബന്ധം എന്തുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോവാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതവും കിട്ടും, ഞാൻ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചത് പോലെ ആ ഒരു അളകാപുരിയെ തന്നെ തകർക്കാനായിട്ടും എനിക്ക് സാധിക്കും എന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് തമ്പി ഈ ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ ജാനകിയും എല്ലാവരും തമ്പിയുടെ ആ ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സൂര്യനാരായണനും അബിയൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളെ വിളിക്കുമോ. ഇപ്പോൾ അപർണയും തൻ്റെ ആ ഒരു ഭാര്യയും പറഞ്ഞാൽ പോലും അയാൾ വിളിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിളിച്ചാലോ, നമ്മളുടെ ആവശ്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമ്പിയുടെ ഭാര്യ പറയുന്നത് നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വിളിക്കുക. അപർണ പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ചോ ഇല്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പിയെ സൂര്യനാരായണനെ വിളിക്കുവാണ്. പ്രതീക്ഷിക്കാത്തൊരു കോളായിരുന്നു. തമ്പിയുടെ കോൾ വന്നപ്പോഴത്തേക്കും സൂര്യനാരായണൻ എടുത്തു. അപ്പോൾ സൂര്യ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ തമ്പി എന്തിനായിരിക്കുമോ വിളിക്കുന്നത് അറിയത്തില്ല, എന്തായാലും ദേഷ്യപ്പെടാനായിരിക്കും, എന്തായാലും സ്പീക്കറിൽ ഇടാനായിട്ട് അബിയും പറയുന്നുണ്ട്. അങ്ങനെ സൂര്യനാരായണൻ കോൾ എടുത്തപ്പോൾ തന്നെ സൂര്യനാരായണൻ പറയുവാണ് എൻ്റെ മക്കള് ഒരു തെറ്റ് ചെയ്തു, അത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് വന്നത്, പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് എന്തുകൊണ്ടും ക്ഷമിക്കണം എന്ന് പറയുമ്പോഴാണ് തമ്പിയുടെ ഭാഗത്ത് നിന്നുള്ള വാക്കുകൾ കേട്ടിട്ട് സൂര്യയും കുടുംബവും എല്ലാവരും ഞെട്ടിപ്പോയത്. എൻ്റെ മകളെ ചോദിച്ചാണ് നിങ്ങൾ വന്നത്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചനയുമായി വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ടത്. പക്ഷേ ഒരിക്കലും ഇനി അങ്ങനെ വരത്തില്ല, ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയതാണ്, എന്നാൽ ഞങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് താല്പര്യമാണെന്നും ഈ ഒരു ബന്ധവുമായി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് തമ്പി പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ അജയുടെ ആ ഒരു ജാതകം ഞങ്ങൾക്ക് അയച്ചു തരണം എന്നും കൂടി സൂര്യനാരായണനോട് പറഞ്ഞപ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇത് അയച്ചു തരാം, എന്തായാലും ഇത് നീ സമ്മതിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ സൂര്യനാരായണൻ പറഞ്ഞു. കോളൊക്കെ വെച്ചു. പക്ഷെ തമ്പിയുടെ മനസ്സിൽ സൂര്യനാരായണനെ തകർക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, ഇനി എന്തായാലും എനിക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അപർണയും അജയും തമ്മിൽ വീണ്ടും കൊമ്പുകൂർത്തു, വീണ്ടും വഴക്കായി. വഴിക്ക് വെച്ച് അജയും അപർണയും കണ്ടുമുട്ടുകയും പക്ഷേ പ്രതീക്ഷിക്കാതെ അവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായി. ആ ഒരു ദേഷ്യവും നിരഞ്ജന സ്റ്റേറ്റ്സിൽ പോകുന്നു എന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ ആ ഒരു എല്ലാ ദേഷ്യവും കൂടി കൊണ്ട് അജയ് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പക്ഷേ നമ്മുടെ ജാനകിക്ക് ഉറപ്പായിരുന്നു തമ്പി വിളിക്കുമെന്ന്. അങ്ങനെ ജാനകി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും മുത്തശ്ശിക്കൊക്കെ കൊടുത്ത സമയത്താണ് സൂര്യനാരായണൻ പറയുന്നത് തമ്പി വിളിച്ചിരുന്നു എന്നും ഈ ഒരു ബന്ധത്തിന് അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ജാനകിയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി മോളെ, തമ്പി തിരിച്ചു വിളിക്കുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് അറിയാമായിരുന്നു, എന്തായാലും തമ്പിയുടെ മകൾക്ക് ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമുണ്ട്, തമ്പിയുടെ മകളും ഭാര്യയും പറയുമ്പോൾ എന്തുകൊണ്ടും തമ്പി സമ്മതിക്കും, ഒരുപാട് നേരമൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, എന്തായാലും അജയോട് കാര്യം പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയ് വന്നത്. പക്ഷെ അജയോട് തമ്പി വിളിച്ചിരുന്നു എന്നും അപർണയുമായിട്ടുള്ള ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയും അങ്ങനെ ഈ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, 2 ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് പെണ്ണിനെ പോയി കാണാം എന്ന് പറഞ്ഞപ്പോൾ അജയ്ക്ക് ദേഷ്യം വന്നു. അജയ് പറഞ്ഞത് നിങ്ങളെല്ലാവരും വിവാഹം ഉറപ്പിച്ചു, പക്ഷേ ഒരു വാക്ക് ആലോചിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നു എന്ന് അജയ് അവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും തകർന്നു പോയി. നീ എന്താ ഇതിങ്ങനെ പറയുന്നത്, പക്ഷേ എനിക്ക് താല്പര്യം എന്തായാലും എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ കരിയറാണ് നോക്കേണ്ടത്, കുറച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എനിക്ക് ആലോചന കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അജയ് കയറി പോവാണ്. ഇതിൻ്റെ പിന്നാലെ എല്ലാവർക്കും സങ്കടമായി. അപ്പോൾ അമൽ അജയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട്. പക്ഷേ അബിക്ക് സങ്കടം തോന്നി. അപ്പോൾ അബി പറഞ്ഞത് എന്നുകൊണ്ട് നമ്മൾ ഇത്രയും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അജയോടൊരു കാര്യം ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. ജാനകിയും അബിയും എപ്പോഴും തകരാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശിയും കാത്തിരിക്കുന്നത്, മുത്തശ്ശിക്കും അതാണ് ഇഷ്ടം. അങ്ങനെ അവരെ വേദനിപ്പിച്ചപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി.
എന്നാലും അജയ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറിയെന്ന് അവർക്കറിയത്തില്ല. അങ്ങനെ ഈ ഒരു സങ്കടം ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അപർണ അജയെ ആലോചിച്ചുള്ള ഭയങ്കര സന്തോഷത്തിലാണ്. അജയുമായിട്ടുള്ള ആ ഒരു വിവാഹം ഒരുപാട് സന്തോഷം തോന്നി അപർണയ്ക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അപർണയും ശ്രമിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാതെ നമ്മുടെ ശരണ് അത് വീട്ടിലിരിക്കുന്ന സമയത്ത് അമൃത അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ശരണിന്റെ ആ ഒരു ജോലി സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി നാട്ടിലോട്ട് പോവാണെന്നും ലീവ് എടുത്തിരിക്കുകയാണ്. പോകുന്നത് വഴിക്ക് ശരണിന് ഒരു ഫയൽ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഫയൽ കൊടുത്ത് ശരണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൃത വരികയും അങ്ങനെ ഇവളെ ഈ ഒരു പെൺകുട്ടിയെ കാണുകയും അങ്ങനെ അമൃത ദേഷ്യം വന്ന് അവളെ പുറത്തിറക്കുവാണ്. എന്നിട്ട് അടിച്ച് പുറത്തിറക്കുവാണ്. എന്നിട്ട് ശരൺ പറയുന്നുണ്ട് അവൾ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അമൃത പറഞ്ഞത് എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം അവളെ വിളിച്ച് സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശരണിന് ദേഷ്യം വന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ അടിച്ച് പുറത്തിറങ്ങുന്നത് കണ്ടിട്ടും ശരണിന് സങ്കടം വന്നു. കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് നീ ഒന്ന് പറയുന്നത് കേൾക്കും, നീ ഒന്ന് മനസ്സിലാക്കുക. പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാതെ പെട്ടെന്ന് ദേഷ്യത്തിൽ ശരണ് അമൃത അടിക്കുവാണ്. പക്ഷെ ഈ ഒരു ദേഷ്യം അമൃതയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പൊട്ടിത്തെറിയും കലഹവും ഉണ്ടായി. അവസാനം അമൃത പറയുകയാണ്, ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല, ഇനി എന്തായാലും നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് എന്ന് പറഞ്ഞ് എല്ലാം കെട്ടിപ്പറക്കി അമൃത നേരെ വീട്ടിലോട്ട് പോയി. ശരണ് പറഞ്ഞിട്ടും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. പക്ഷേ ഈ ഒരു സമയം അജയ് ഭയങ്കര സങ്കടത്തിലാണ്. ജാനകി പറയുന്നത് അജയ് കേൾക്കാൻ വേണ്ടിയിട്ടും തയ്യാറായില്ല. പക്ഷെ നിരഞ്ജനെ കുറിച്ചുള്ള സത്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റാ ബൈ.